നമസ്കാരം, എൻ്റെ പേര് അലീന ടിയാർ. ഞാൻ GGHSS കോട്ടൺ ഹിൽ സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റും +2 സയൻസ് വിദ്യാർത്ഥിനിയുമാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരള ഇൻ്റലിജൻസ് വിഭാഗം ADGPയും കേരള പോലീസിൻ്റെ അഭിമാന പദ്ധതിയായ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റിൻ്റെ ഉപജ്ഞേതാവുമായ ശ്രീ P. വിജയൻ IPS അവറുകളാണ്. അദ്ദേഹം ഇന്ന് നമ്മളോട് സോഷ്യൽ പോലീസിംഗ് പദ്ധതികളായ ചിരി, ഹോപ്പ്, DDAD എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. കേരള പോലീസിൻ്റെ ഹോപ്പ് പദ്ധതിയുടെ ആരംഭ പ്രവർത്തനത്തിലും തുടർന്നുള്ള സജീവതയിലും സാർ വഹിച്ച പങ്ക് വളരെ നിസ്തുല്യമാണ്. ഈ പദ്ധതിയിലേക്കുള്ള ചുവടുവെപ്പ് എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാമോ? കേരളം മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിലേറെ മുന്നോക്കം നിൽക്കുന്നു. മാത്രമല്ല, സ്കൂള് എൻറോൾ ചെയ്യുന്നവരുടെ എണ്ണം, സ്കൂളിൽ അതേപോലെ എൻറോൾ ചെയ്തതിൽ ഡ്രോപ്പ് ഔട്ടിൻ്റെ കുറവുകൾ എണ്ണമൊക്കെ വെച്ച് നോക്കിയാൽ കേരളം വളരെ മുമ്പിലാണ്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ എല്ലാവരും പങ്കുചേരുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ തന്നെ അതോടൊപ്പം തന്നെയാണ് ഇവിടുത്തെ വിജയശതമാനം വളരെ കൂടുതലും. ഇവിടെ 10th-ലും 12th-ലൊക്കെ നല്ല രീതിയിലുള്ള വിജയശതമാനമാണ്. പക്ഷേ ഇതിൽ കുറച്ച് പേരും പല കാരണങ്ങൾ കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റാതെ, ചിലർ ഡ്രോപ്പ് ഔട്ടായിരിക്കാം, ചിലവർ പരീക്ഷയിൽ പരാജയപ്പെട്ടവരായിരിക്കും. പക്ഷേ അത് ഒരു ബഹുഭൂരിപക്ഷം ആളുകളും പാസ്സാകുന്ന ഒരു പരീക്ഷയിൽ കുറച്ച് പേര് പരാജയപ്പെടുമ്പോഴുണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ഒരു മാനസിക ആഘാതമുണ്ട്, ഒരു സമൂഹത്തിലുള്ള ഒരു ഒറ്റപ്പെടലുണ്ട്. ആ ഒറ്റപ്പെടലുകളാണ് ഒരുപക്ഷെ അവരെ പലരും പല സാമൂഹ്യ വിരുദ്ധരുടെയും കഴികളിലേക്ക് എത്തിപ്പെടാനും അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ തന്നെ ഒരു ആത്മാഭിമാനത്തിൻ്റെ ക്ഷതമേറ്റവരായി ജീവിക്കാൻ ഇടവരുന്നത്. അപ്പം അങ്ങനെ വരുന്ന ആളുകൾക്കൊരു താങ്ങും തണലും ആകുക എന്നുള്ളതാണ്. ഇതിൻ്റെ പോലീസിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരം ആളുകളായിരിക്കും സമൂഹത്തിൽ വൾണറബിളായി മയക്കുമരുന്ന് ലോബിയുടെയോ ക്രിമിനലുകളെയോ കൈകളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ 2017 ഈ ഹോപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാം തുടങ്ങി. അതിന് കാരണമുണ്ട്. ആ വർഷം എൻ്റെ ഓർമ്മയിൽ 4,30,000 പേര് പരീക്ഷ ചെയ്തിട്ടുണ്ട്. 20,000 പേർക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടിയിരുന്നു. ഞാനൊക്കെ A+ കിട്ടിയിരിക്കുന്നവരെ അഭിനന്ദിക്കുന്നതിന് മുമ്പിലുണ്ടായിരുന്നവരോ. പക്ഷേ അതിലൊരു 20,000 പേര് പരാജയപ്പെട്ടിരുന്നു. എൻ്റെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഈ 20,000 പേരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു സ്വീകാര്യത എന്തായിരിക്കും? നാട്ടിൽ കിട്ടുന്ന സ്വീകാര്യത എന്തായിരിക്കും? അവർക്ക് ഏത് തരത്തിലുള്ള കൂട്ടുകാരായിരിക്കും കിട്ടുക? അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മനോവിഷമം, ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ കൂട്ടം ആളുകൾ ഈ ഹോപ്പിനെ കുറിച്ച് അനൗദ്യോഗികമായി ചിന്തിക്കുന്നത്. പിന്നീട് ഞങ്ങൾ അന്ന് ഇത് മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയിട്ടുണ്ട്. ഒരു 2-3 മാസം മാത്രമേ അടുത്ത പരീക്ഷയ്ക്കുള്ളൂ. അപ്പോഴേക്കും ഞങ്ങളൊരു ഇത്തരത്തിൽ പരാജയപ്പെട്ടവരെന്ന് അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റവരെന്ന് പറയപ്പെടുന്ന 100ഓളം കുട്ടികളെ സംഘടിപ്പിച്ചു. അവർക്കൊരു 3 മാസത്തെ പരിശീലനം കൊടുത്തു. 3 മാസത്തെ പരിശീലനം എടുത്ത് 73 പേര്, അതായത് 73% പേര് പരീക്ഷ പാസ്സായി. ബാക്കിയുള്ളവർ അടുത്ത പരീക്ഷകൾ എടുത്തിരുന്നു. ഏകദേശം ഇന്ന് കേരളത്തിൽ 4,000-5,000 ഇടയിൽ ഏകദേശം 5,000-ഓളം കുട്ടികൾ ഇത്തരത്തിൽ പരീക്ഷ കടന്നു പോകാൻ പറ്റില്ല. ഇതൊരു പരീക്ഷ ജയിക്കുന്നത് ഒരു പക്ഷേ വലിയ സുലഭമായിരിക്കില്ല, പക്ഷേ തോൽക്കുന്നതെന്ന് പറഞ്ഞത് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വലിയൊരു പ്രയാസമായിരിക്കും. അത്തരത്തിൽ മാനസികമായ ആഘാതത്തിൽ നിൽക്കുന്ന, ആത്മക്ഷതം ഏറ്റെന്ന് സ്വയം കരുതിയിരിക്കുന്ന ആളുകളെ അവരുടെ ആത്മാഭിമാനം ഉയർത്തിയെടുത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. അവരിൽ ചിലരൊക്കെ ഒരു പക്ഷേ വേണമെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പം ലോകത്തിലെ പല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളും നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയോ പരാജയപ്പെട്ടവരായിരിക്കും. ജീവിതം എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിറ്റ് ജാക്കറ്റ് ആയിരിക്കുന്നില്ല. അതെന്താണ്, എപ്പോഴും വിജയം മാത്രം ഉണ്ടാകുന്നത്. പരാജയപ്പെടുന്നിടത്ത് അല്ലെങ്കിൽ ഒരാൾ കാൽ തെറ്റി വീണാൽ അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കുന്നതായിരിക്കണം സംഭവം. ആ ഒരു ഉത്തമ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പോലീസ് മുന്നിട്ടിറങ്ങിയതിൻ്റെ ഏറ്റവും മാതൃകാപരമായ ഉദാഹരണമാണ് ഈ പറയുന്ന ഹോപ്പ് പദ്ധതി എന്ന് പറഞ്ഞത്. അതിലൂടെ കടന്നുപോയിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു വേറിട്ട അനുഭവമായിട്ടാണ് കാണുന്നത്. കാരണം ഒരു വാത്സല്യവും സ്നേഹത്തോടും ഒക്കെ കൂടി അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു പരിശീലനം നൽകുന്ന ഒരു വിഭാഗമാണ് നമ്മളെ ടീച്ചേഴ്സ് എന്നും. പോലീസുകാരല്ല സത്യത്തിൽ ഇവർക്ക് പരിശീലിപ്പിക്കുന്നു. ഇവിടുത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യപ്രാപ്തിയുള്ള ഒരു കൂട്ടം ടീച്ചർമാർ അവർ വോളണ്ടിയേഴ്സായിട്ട് വന്നിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും, അതായത് ഒരു ഭാഗത്ത് മറ്റുള്ള ഒരു പ്രയാസത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ സഹായിക്കുന്നു, മറ്റുള്ളവർക്ക് ഒരു സഹാനുഭൂതി കാണിക്കാൻ, സഹജീവിയോട് സഹാനുഭൂതി കാണിക്കാനുള്ള ഒരു വലിയ അവസരവുമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു സംഭവമായിരിക്കണം എന്നില്ല. കാരണം കേരളത്തിൽ ഡ്രോപ്പ് ഔട്ട് ആവുന്നവരും പരാജയപ്പെടുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. യുനെസ്കോയുടെ കണക്കനുസരിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ
ഏതായാലും 47 മില്യൺ ആളുകൾ കുട്ടികൾ ഇന്ത്യയിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡിൽ എത്തുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളുടെ കണക്കിലെടുത്ത് നോക്കിയാൽ സ്കൂളുകൾ അടച്ചു പോകുന്നതും സ്കൂളിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതും ഇന്ത്യത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ ചിലതെല്ലാം കൂടി വരുന്നതാണ്. ഹോപ്പ് പോലുള്ള ഒരു പദ്ധതി ദേശവ്യാപകമായി നടപ്പിലാക്കപ്പെടേണ്ടതും കേരളത്തിൽ തന്നെ ഒരു കുട്ടിയും തന്നെ ഇങ്ങനത്തെ വിദ്യാഭ്യാസത്തിൻ്റെ 10th or 12th എത്താതെ മാറിപ്പോകാതിരിക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനുള്ള ഒരു പ്രതിബദ്ധത ഓരോരോ മലയാളിക്കും ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ഇതിൽ നിന്നും പറയുന്നത്. മാത്രമല്ല ഇവർക്ക് ചിലർ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആർമിയിൽ കിട്ടിയതിൻ്റെ ഒരു ഫോട്ടോ വീഡിയോയിൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. കോഴിക്കോട് ഒരു കുട്ടി സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിൽ തന്നെ വേറൊരു ഈ ഹോപ്പിൽ വിജയിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ കുറേ കുട്ടികൾ ഹൗസ് കീപ്പിങ്ങിൽ മറ്റും 5 സ്റ്റാർ ഹോട്ടൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഇവരെ മോർ എംപ്ലോയബിൾ ബെറ്റർ സിറ്റിസൺ ആക്കി ഡെവലപ്പ് ചെയ്യാൻ ഹോപ്പ് പദ്ധതിയിലൂടെ സാധ്യമാവും എന്നുള്ളതാണ്. അതുവഴി സമൂഹത്തിൽ ഒരു ഭാഗത്ത് മാറ്റം നിർത്തപ്പെട്ടവരുടെ എണ്ണം കുറയുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വഴിപറ്റി പോകുന്ന ഒരു സമൂഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവന്നുള്ളൊരു ചാരിതാർത്ഥ്യം, അതുവഴി അവരുടെ ജോലിഭാരം ഭാവിയിൽ കുറയാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പല കാരണങ്ങൾ കൊണ്ടാണല്ലോ കുട്ടികൾ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നത്. കുടുംബ പശ്ചാത്തലം, വ്യക്തിപരമായ സാഹചര്യങ്ങൾ, അങ്ങനെ പലതും. അത്തരം സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച പുതുതലമുറയോട് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഈ ജീവിതം എന്ന് പറയുന്നത് ജനിച്ചതു മുതൽ മരണം വരെ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ജാക്കറ്റായിരിക്കുന്ന വഴിയല്ല. ജീവിതത്തിൽ ജയപരാജയങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞത് വളരെ സാധാരണയാണ്. ആരും തോൽക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യരുത്. കാരണം തോൽവിക്കുള്ള ചില കാരണങ്ങൾ, ഇപ്പോൾ പരീക്ഷയ്ക്ക് തോൽക്കുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ശരിയായ രീതിയിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാതിരിക്കുക, മറ്റു ചില പരിപാടികളിലേക്ക് ഇറങ്ങിത്തിരിച്ച് സമയം വേസ്റ്റ് ചെയ്യുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരിക്കുക, പാഠപുസ്തകത്തിന് മുമ്പിലിരിക്കുന്ന സമയത്ത് മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ പരാജയം ഉണ്ടാകുന്നത്. പക്ഷെ പരാജയത്തിന് വേണ്ടിയിട്ട് ആരും കാത്തു ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പരാജയപ്പെട്ടു പോയാൽ അതൊരു തിരിച്ചറിവാക്കി കൊണ്ടുവരാൻ ജീവിതത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പല ഘട്ടത്തിൽ ജയിക്കുകയും പരാജയപ്പെടുകയും. ജയമെന്ന് പറയുന്നത് ജയിച്ചവരാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജയം ഒരിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആജീവനാന്തമായിരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ശരിയായ രീതിയിൽ അതിനെ നോക്കിക്കണ്ടിട്ടില്ലെങ്കിൽ, ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ജാഗ്രതയോട് കൂടിയിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മളും കാലിടപെടാനേക്കാം. അതേപോലെ പരാജയപ്പെട്ടു പോയി എന്ന് കരുതുന്ന ആളുകൾ, പരാജയപ്പെട്ടു എന്ന് പറയുന്നത് വിജയമാക്കി മാറ്റാനുള്ളൊരു അവസരമാണ്. ഓരോരോ പരാജയങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു പിറകോട്ടേക്ക് പോകേണ്ടി വന്നാൽ അതൊരു വലിയ ആത്മപരിശോധന നടത്താനുള്ള ഒരു അവസരമായി മാറ്റി എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്ത് പോയാൽ ഒരുപക്ഷെ പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ലോകമെന്ന് പറയുന്നത് ജയിച്ചവരുടെ മാത്രമല്ല, ജയിച്ചവരുടെയും തോറ്റവരുടെയും കൂടി കാലമാണ്. SPSC ഹോപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉണ്ട്, നോ വൺ ഈസ് യൂസ്ലെസ്, ഓൺലി യൂസ്ഡ് ലെസ്സൺ. ഈ 5,000 കുട്ടികളെ നമ്മൾ കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ പാസ്സാക്കിയെടുക്കുക വഴി നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ ആ കുട്ടികൾ ആരും തന്നെ എന്തായിരുന്നില്ല, യൂസ്ലെസ് ആയിരുന്നില്ല. അവരെ ശരിയായ രീതിയിൽ അവർക്ക് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാതെ പോയതാണ്. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ടാഗ് ലൈൻ തന്നെ പറയുന്നത് എന്താണ്, ഈ ഹോപ്പ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ലൈഫ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നതാണ് നോ വൺ ഈസ് യൂസ്ലെസ്, ഓൺലി യൂസ്ഡ് ലെസ് എന്നുള്ള. അപ്പോൾ അത്തരത്തിലുള്ള മുന്നോട്ടേക്ക് പോകുന്ന ആളുകൾ നമ്മൾ ആരും തന്നെ പരാജയപ്പെടാൻ വേണ്ടിയിട്ട് ആരും പ്രവർത്തിക്കരുത്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ പരമാവധി ശ്രമിക്കുക. ചില സമയത്ത് ചില സാഹചര്യങ്ങളോട് പക്ഷേ നമുക്ക് വിജയിക്കാൻ പറ്റാതെ പോയേക്കാം. അത് ഒരു ആത്യന്തികമായ അവസാനമല്ല എന്നും വീണിടത്ത് നിന്ന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഉയർത്തെഴുന്നേറ്റ് പൂർവാധികം ശക്തിയോടുകൂടി പോകുന്നതാണ്. നമ്മൾ ഹിമാലയൻ സ്കെയിൽ അല്ലെങ്കിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിരിക്കുന്നവരോ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചതെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേക്ക് കണ്ടുപിടിച്ചതല്ല. നിരവധി തോൽവികൾ, നിരവധി പരാജയങ്ങൾ, നിരവധി പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു വന്നത്. വലിയ വിജയങ്ങൾ ഉണ്ടാകണമെങ്കിൽ വലിയ പരീക്ഷണങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ആരും തന്നെ ഇപ്പോൾ പല കുട്ടികൾക്കും കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ മാർക്ക് കുറവുള്ളതുകൊണ്ടുള്ള പേടി കൊണ്ടൊക്കെ ആളുകൾ കടുത്ത തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ട്. അതൊരു വലിയ അസംബന്ധമാണ്. ജീവിതത്തെക്കുറിച്ചിട്ട് ശരിയായ ഒരു ധാരണയുമില്ലാത്തതുകൊണ്ടാണ്. ഒരിക്കലും തന്നെ നമ്മളിപ്പോഴും എല്ലാ വിഷയത്തിലും A+ കിട്ടിയെന്ന് കരുതുന്നത് അതിൻ്റെ അർത്ഥം എല്ലാവരും തന്നെ ഏറ്റവും ഉന്നതമായ ജീവിതത്തിൽ പോയിക്കൊള്ളുന്നില്ല. അവർക്കും സാധ്യതകളുണ്ട്. അതേപോലെ ഇപ്പോഴും മാർക്ക് വളരെ കുറയുമ്പോൾ കിട്ടിയിരിക്കുന്ന ആളുണ്ട്.
അയാളുടെ ജീവിതത്തിൻ്റെ അവസാനം ഒന്നല്ല, അടുത്തതിലും വാങ്ങാം, അതിനടുത്തതിലും വാങ്ങാം, അതിനടുത്തതിലും വാങ്ങാം. അങ്ങനെ ജീവിതത്തിൽ മുന്നേറണമെന്നാണ് ഒരു ശരിയായ തീരുമാനം. കരുത്തുള്ള ഒരു വ്യക്തിത്വം എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. കോവിഡ് കാല അടച്ചിരിപ്പുകളെ അതിജീവിക്കുവാൻ ഞങ്ങൾ കുട്ടികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണല്ലോ ചിരി. ഞാനും ചിരിയിലേക്ക് പലതവണ വിളിച്ചിട്ടുണ്ട് സർ. എൻ്റെ അനുഭവം വളരെ കൗതുകം നിറഞ്ഞതായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ താല്പര്യമുണ്ട്, വിശദീകരിക്കാമോ? ഇത് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് കേരളത്തിലെ കുട്ടികളുടെ മാനസികമായിരിക്കുന്ന വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള തിരിച്ചറിഞ്ഞപ്പോൾ കേരള പോലീസിനോട് രൂപീകരിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്. ചിരി പദ്ധതിയിലൂടെ ഉദ്ദേശിച്ചിരുന്നത്, അതായത് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുന്ന കുട്ടികളെ മാനസികമായിരിക്കുന്ന വിഷമങ്ങൾ പറഞ്ഞു തീർക്കാനോ പരിഹരിക്കാനോ ഉള്ള ഒരു വേദി എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ പറയുന്ന ഹെൽപ്പ് ലൈൻ സൃഷ്ടിച്ചത്. അത് ഒരു വലിയ ആശ്വാസമായിരുന്നു. ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമയം വരെ ഏകദേശം പലതരത്തിലുള്ളതായിട്ട് ഏകദേശം 10,000-70,000-ഓളം കോളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. അതിലേറ്റവും മനോഹരമായിരിക്കുന്ന ഒരു കാര്യം, ഇത് പരിഹരിക്കാൻ, ഇവരുടെ മാനസിക വ്യതകളെ, പ്രയാസങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു 100-ൽ പരം സൈക്കോളജിസ്റ്റുകളും 100-200-ഓളം ടീച്ചേഴ്സും അതേപോലെ തന്നെ പിയർ മെൻറ്റേഴ്സ് ആയിരിക്കുന്ന എല്ലാ ജില്ലകളിലും ഒരു വലിയ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത്. അവർ നല്ലൊരു പരിധി വരെ അവരുടെ വിളിക്കവരുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകരമായി. അതോടൊപ്പം തന്നെ ചില കുറ്റകൃത്യങ്ങൾ, കുട്ടികൾക്കെതിരെ ചില വീടുകളിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് പോലീസ് അവിടെ എത്തിയിട്ട് അവിടെ കേസെടുക്കുകയും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിരിക്കുന്ന ഒരുപാട് കോളുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ വിഷമം അത് വെച്ചിരിക്കുന്ന ഒരു നെല്ലിക്ക മരം ആരോ പറിച്ചുകൊണ്ടുപോയി എന്നുള്ളതായിരുന്നു. ആ നെല്ലിക്ക മരം പറിച്ചുകൊണ്ടുപോയപ്പം അത് പിറ്റേന്ന് രാവിലെ എണീച്ച് എല്ലാ ദിവസവും ആകെ ചെയ്യുന്ന മുറ്റത്ത് പോയി നെല്ലിക്ക മരം വെച്ചിട്ട് അതിന് വെള്ളം ഒഴിക്കുന്നതായിരുന്നു. ആ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രാവിലെ ചെന്നപ്പം മരം കാണുന്നില്ല. അപ്പോൾ കുട്ടിക്ക് വളരെ വിഷമമായി. അപ്പം അവസാനം ചിരിയിലേക്ക് വിളിച്ചു പറഞ്ഞു. ആരോ പറഞ്ഞറിഞ്ഞിട്ട് ചിരി നമ്പറിലേക്ക് വിളിച്ചു. ചിരിയിൽ വിളിച്ചു പറഞ്ഞിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ മുൻപത്തെ CI ചെന്നിട്ട് അവിടെ ആ കുട്ടിക്ക് അവിടെ മരം വെച്ചു കൊടുത്തു. നെല്ലിക്ക മരം, ഒന്നിൽ കൂടുതൽ മരം വെച്ചു. ഇനി ആരെങ്കിലും കൊണ്ടുപോകുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു CCTV ക്യാമറയും വെച്ചു കൊടുത്തു. ഈ കുട്ടിയിലുണ്ടായിരിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അപാരമാണ്. എല്ലാവർക്കും CCTV ക്യാമറ വെച്ചു കൊടുക്കാൻ പറ്റിയെന്നല്ല, പക്ഷെ ആ കുട്ടിയുടെ സന്തോഷം വീണ്ടെടുക്കാൻ പറ്റിയെന്നുള്ള വലിയ സന്തോഷമാണ്. അതോടൊപ്പം തന്നെയാണ് തൊടുപുഴയിലെ ഒരു കുട്ടിയുടെ വിഷമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈക്കിൾ ആരോ മോഷ്ടിച്ചുണ്ടോ എന്നുള്ള. അങ്ങനെ പോലീസ് പറഞ്ഞത് എൻ്റെ സൈക്കിൾ എന്തായിരുന്നാലും കണ്ടുപിടിച്ച് തരും. പക്ഷേ പോലീസ് കുറേ ശ്രമിച്ചു. പോലീസിൻ്റെ സൈക്കിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ പോലീസ് അതൊന്നും അറിയാതെ വേറൊരു സൈക്കിൾ ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു. പോലീസുകാരുടെ കയ്യിൽ ഒരുപാട് പണം സൈക്കിളൊന്നും വാങ്ങിച്ചു കൊടുക്കാണ്ടായതാണ്. പക്ഷേ ഈ അസാധാരണമായ ഒരു ഘട്ടത്തിൽ അസാധാരണമായിരിക്കുന്ന ഒരു സഹായം നൽകുക എന്ന് പറഞ്ഞത് മനുഷ്യസഹിതമാണ്. കോവിഡിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ ആശ്വാസമായിരുന്നു ചിരി ഹെൽപ്പ് ലൈൻ. ഒരു പക്ഷേ ആ ചിരി ഹെൽപ്പ് ലൈൻ്റെ ആവശ്യകത ഇപ്പോഴും കുട്ടികളുടെ ഇടയിൽ വലിയ മാനസിക പ്രശ്നങ്ങളും ചിലരോട് തുറന്നു പറയാൻ പറ്റാത്തതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ചിരി ഹെൽപ്പ് ലൈൻ എക്കാലത്തും നിലനിൽക്കേണ്ടതാണ്. ചിരി ഹെൽപ്പ് ലൈൻ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വിജ്ഞാനത്തിന്റെ അനന്ത സാധ്യതകൾ പകർന്നു നൽകുന്നതാണ് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ. എങ്കിലും ഇതിന്റെ വിവേകരഹിതമായ ഉപയോഗം വളരെ നാശമുണ്ടാക്കുന്നുണ്ട്. ഡിജിറ്റൽ അഡിക്ഷനെ ലഘൂകരിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണല്ലോ DDAL. ഇതിന്റെ പ്രവർത്തന സാധ്യതകൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ ഇന്ത്യയിൽ, എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഏതായിരുന്നാലും പ്രഥമമായി തുടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ ഡിജിറ്റൽ അഡിക്ഷൻസ് ആണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ചില യുനിസെഫിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയാണെന്നാണ്. കാരണം നമ്മൾ മറ്റ് ആൽക്കഹോൾ അഡിക്ഷൻ സെൻറ്ററും ഡ്രഗ് അഡിക്ഷൻ സെൻറ്ററും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഡിജിറ്റൽ അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ ഒരു നവീനമായിരിക്കുന്നതും അതും ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് തുടങ്ങിയിരിക്കുന്നതാണ് ഈ പ്രോഗ്രാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞത് വളരെയധികം കൂടി വരുന്നതാണ്. ഇപ്പോഴെത്ര ഡിഗ്രി ഓഫ് അഡിക്ഷൻ മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് എവരി വൺ ഈസ് അഡിക്റ്റഡ് എന്നാണ് തോന്നുന്നത്. വലുതവരും ചെറിയ കുട്ടികളും മാത്രമൊന്നല്ല, ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് എവരി വൺ ഈസ് അഡിക്റ്റഡ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഡിക്റ്റഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, അവരുടെ മാനസികമായിരിക്കുന്ന, കുട്ടികൾ വളരുന്ന സമയത്ത്, മാനസികവും ശാരീരികവുമായി വളരുന്ന സമയത്ത് അവരുടെ ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടാക്കുന്ന ഈ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവും. ഈ ഡിസോർഡേഴ്സ് മൊത്തത്തിൽ അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ സാധ്യത. മാത്രമല്ല, കുട്ടികൾ കളിച്ച് നടക്കേണ്ട സമയത്ത്, മൊബൈലിൽ ഇരിക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്. അവർ പഠിക്കേണ്ടുന്ന സമയത്ത് ഇതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പഠനത്തിലേക്ക് ഉണ്ടാകുന്നു. ഓവർ അഡിക്റ്റഡ് ആയിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിൽക്കുന്നു പഠന വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അതോടൊപ്പം തന്നെ വീട്ടിൻ്റെ അകത്ത് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു, ഒരു മുറിയിൽ അടച്ചിട്ട് മൊബൈൽ ഫോണിൽ മാത്രം നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് വീട്ടിൻ്റെ അകത്ത് ഒറ്റപ്പെടും, സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ചിലപ്പോഴൊക്കെ ഒരുപാട് സമയം നമ്മൾ ഇതിനകത്തേക്ക് നോക്കി നിർന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ പോലെ അല്ലെങ്കിൽ കണ്ണിനോ ഒക്കെ തന്നെ പല രീതിയിലുള്ള ഡിഫോമിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു ഓവറായിട്ടുള്ള എക്സസീവ് യൂസ് ഓഫ് എനിത്തിങ് ഈസ് ഡേഞ്ചറസ്, എസ്പെഷ്യലി മൊബൈൽ ഫോൺ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വന്നത് കുട്ടികൾ, അത് മാത്രമല്ല മൊബൈൽ ഫോണിൽ ഏതൊരു അഡിക്റ്റഡ് ആയ ഒരാൾക്കും സ്വയം ചിന്തിക്കാനുള്ള വിവേചന ശക്തി എന്ന് പറഞ്ഞത് കുറഞ്ഞു വരും. ഇപ്പം മൊബൈൽ ഫോൺ ഇപ്പം കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഒരു 10 കൊല്ലത്തിന് മുമ്പ് ഇവിടെ ഭൂമിയിൽ നമ്മൾ ഒരു വേൾഡ്, ഒരു ഫിസിക്കൽ വേൾഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഫിസിക്കൽ വേൾഡിലൂടെയാണ് ആളുകൾ ജീവിക്കുക. നമ്മൾ ഈ കാണുന്ന ഭൂമി ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം, ഫിസിക്കൽ വേൾഡിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇപ്പം എന്തിനാണ്? വിർച്വൽ വേൾഡാണ്. കുട്ടികളും യങ്സ്റ്റേഴ്സും എല്ലാവരും തന്നെ ഒരു പരിധിവരെ എല്ലാവരും ഏറ്റവും ആക്റ്റീവായ അവരുടെ സമയം, അറ്റൻറ്റീവായ സമയത്തിൻ്റെ നല്ലൊരു സമയം ചിലവഴിക്കുന്നത് ഓൺലൈനാണ്. അതുകൊണ്ട് തന്നെ ഈ ഫിസിക്കൽ വേൾഡിലുണ്ടായിരുന്ന ക്രിമിനൽസ് എല്ലാം തന്നെ, അതോ അതിനേക്കാൾ കൂടുതലോ ഇന്ന് ഡിജിറ്റൽ വേൾഡിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ ഈ കുട്ടികളെ വഴിതെറ്റിക്കാനായിട്ടുള്ള നിരവധി പരിപാടികളുമായിട്ടാണ് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. വലിയ അപകടത്തിലേക്ക് അവർ കൊണ്ടുപോകും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകൾ, അവർ ഗെയിമിൻ്റെ അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല വീഡിയോസിൻ്റെ അഡിക്ഷൻ ആയിരിക്കാം. ഇതൊക്കെ അഡിക്റ്റ് ആയിരിക്കുന്ന ആളുകൾ കുറേ നേരം അതിനകത്ത് നിൽക്കുമ്പോൾ ഈ ക്രിമിനൽസ് അതിനകത്ത് വാച്ച് ചെയ്യുന്നുണ്ട് ആരാണ് കൂടുതൽ വൾണറബിൾ. അങ്ങനെ വൾണറബിൾ ആയ ആളുകളെ അവരുടെ വീട്ടിൽ അവരുടെ പണം മോഷ്ടിച്ചിട്ടും മറ്റവർക്ക് കൊടുക്കാനും പലതരത്തിലുള്ള തരത്തിലുള്ള എൻറ്റൈസ്മെൻറ്റും നടത്തി അവർ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്നും മോചിപ്പിക്കാനാണ് DDAD-ൻ്റെ ഉദ്ദേശം. ഒന്ന്, ഡിജിറ്റൽ അഡിക്ഷനെക്കുറിച്ച്, ഓവർ എക്സസീവ് യൂസ് ഓഫ് സ്ക്രീനിൻ്റെ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സ്പേസിലുള്ള അബ്യൂസുകൾ തടയുക. ഡിജിറ്റലായിരിക്കുന്ന ഇത്തരത്തിലുള്ള അഡിക്ഷന് പെട്ടിരിക്കുന്ന കുട്ടികളെ സൈക്കോ തെറാപ്പിയിലൂടെയും മറ്റും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. പോലീസിൻ്റെ കീഴിലുള്ള അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണ, പോലീസുകാർ തന്നെയാണോ അവരെയൊക്കെ ഉപദേശിക്കുന്നത്. ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ രൂപം കൊടുത്തിരിക്കുന്നതാണ്. ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. നമുക്ക് 6 സെൻ്ററാണുള്ളത്: തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, 6 സ്ഥലങ്ങളിലായിട്ടുള്ളത്. എല്ലായിടത്തും നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെയും ഒരു MSW സോഷ്യൽ ആക്ടിവിസ്റ്റിനെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പോലീസുകാരവിടെ സഹായിക്കുക മാത്രമാണ്. ഏകദേശം ഒരു 2000-ൽ പരം ഡിജിറ്റലി അഡിക്റ്റഡ് ആയിരിക്കുന്ന കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എങ്ങനെയാണ് ഒരു അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായ ഒരു പ്രോട്ടോക്കോൾ, ഒരു SOP ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ടീച്ചേഴ്സിൻ്റെയും സോഷ്യൽ ആക്ടിവിസ്റ്റിൻ്റെയും പ്രത്യേകിച്ചും മെൻ്റൽ ഹെൽത്ത് ആക്ടിവിസ്റ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. എന്തുകൊണ്ടും വളരെ ശാസ്ത്രീയമായ, വളരെ മനോഹരമായിരിക്കുന്ന, ഏറ്റവും ആവശ്യകരമായിരിക്കുന്ന ഒരു കേരള പോലീസിൻ്റെ ഇനീഷ്യേറ്റീവാണ് ഡിജിറ്റൽ അഡിക്ഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ അഡിക്ഷനെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്ന ഉപാധിയാണ് വായന. DDAD സംവിധാനത്തിലൂടെ ഞങ്ങൾക്ക് വായനയുടെ ഒരു പുതിയ ലോകത്തേക്ക് കടക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടോ സർ? ഈ വായനയാണ് ഏറ്റവും നല്ലൊരു മാർഗം. അതായത് അതോടൊപ്പം തന്നെ മറ്റ് ആർട്സ് അല്ലെങ്കിൽ സ്പോർട്സ്, സോഷ്യൽ ആക്ടിവിറ്റീസിലേക്കും പോകുന്നത് വളരെ നല്ലതാണ്. വായന, നമ്മളുടെ ഒരു വായന കൊണ്ടുണ്ടാകുന്നത്, ഏതൊരു പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അനുഭവം അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലുകളും അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവനയാണ്. നമ്മളത് ഒരു പുസ്തകം വായിക്കുക വഴി നമ്മളെ ചിന്തയെ ഉദ്ദീപിപ്പിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുകൂടാ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ള ഒരു അറിവ് നേടുന്നതിനുള്ള പുതിയ വേദികളിലേക്ക്, പുതിയ തലങ്ങളിലേക്ക് നമ്മളെ ബുദ്ധിശക്തി നമ്മളെ ചിന്തയെ കൊണ്ടുപോകാൻ പ്രാപ്തമാവും. അങ്ങനെ പുതിയ മേഖലയിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടേതായിരിക്കുന്ന പുത്തൻ ചിന്തകളും നമ്മളുടേതായിരിക്കുന്ന സ്വപ്നങ്ങളും നമ്മളുടേതായിരിക്കുന്ന ഭാവനകളും ഡെവലപ്പ് ചെയ്യും. അത്തരത്തിലേക്ക് നമ്മളെ മനുഷ്യനെ ഏറ്റവും പരിഷ്കൃതനാക്കാനും ഏറ്റവും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഏറ്റവും ഉചിതമായ മാർഗമാണ് വായന എന്ന് പറയുന്നത്. ആ വായന വായനക്കൊക്കെ കൊടുക്കേണ്ടുന്ന സമയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അഡിക്ഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വായനയിലേക്ക് പോകുക എന്ന് പറയുന്നത് ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ, ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വളരെ ഉപകാരപ്രദമാകും. അതോടൊപ്പം തന്നെയാണ് നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റീസ്, പലതരം ഗെയിംസ് ഉണ്ട്. അതിൽ പങ്കെടുക്കുക വഴി നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവുമായ ഉന്നത ബലം കിട്ടുന്നതിന് നമ്മൾ സഹായിക്കും. ചില അസാമാന്യമായിരിക്കുന്ന സ്കില്ലുള്ള ആളുകൾക്ക് ആ സ്പോർട്സിൽ തന്നെ വേണമെങ്കിൽ ഉയർന്നു പോകാനും പറ്റും. അതോടൊപ്പം തന്നെയാണ് നമ്മളെ മനുഷ്യരെ ഏറ്റവും സംസ്കാര സമ്പന്നരാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് സാഹിത്യ മേഖലകൾ. അതിലൂടെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളെ മനസ്സിന് കൂടുതൽ ഉന്മേഷം കിട്ടും, കൂടുതൽ അറിവ് കിട്ടും, കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മളെ ചിന്തകളെയും ഭാവനയും കൊണ്ടുപോകാനും പറ്റും.
അപ്പം വായനയോടൊപ്പം തന്നെ മറ്റ് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകൾ, സാമൂഹ്യ മേഖലകൾ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരുപാട് കുട്ടികൾ, നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഒരുപക്ഷെ ശാരീരികമായ മാനസികമായ വെല്ലുവിളികൾ കൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റാതെ കിടക്കുന്നവരുണ്ടാവും, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, വീട്ടിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പഠിക്കാൻ പോകത്തുണ്ട്. അവർക്കൊക്കെ നമ്മളുടെ അറിവ് പറഞ്ഞു കൊടുക്കാനോ ഒരു സഹായഹസ്തമായിട്ടോ നമ്മൾ മാറുകയാണെങ്കിൽ ഇതിനൊന്നും സമയം നമുക്ക് കിട്ടില്ല. നമ്മൾ ഇത്തരത്തിൽ സമയം വേസ്റ്റ് ചെയ്യുന്നത് ആർക്കോ സഹായകരമാകാവുന്ന ഒരു നല്ല സമയത്തെയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ നന്നായിരിക്കും. പോലീസ് സ്റ്റേഷനുകളിലേക്ക് കുട്ടികൾക്ക് ധൈര്യമായി കടന്നു ചെല്ലുവാൻ ഒരു സൗഹൃദ ഇടം എന്ന നിലയിൽ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് 2 വാക്ക് പറയാമോ സർ? ഈ കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി ചെയ്തൊരു മറ്റൊരു ഇടപെടലാണ് ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനുകളാക്കുന്നത്. അതൊരു വലിയ സ്വപ്നവുമാണ്. നേരത്തെയൊക്കെ പല സ്ഥലത്തും ജാർഖണ്ഡിലൊക്കെ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിനാവശ്യമായിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാതെയാണ് ചെയ്തത്. പക്ഷേ കേരളത്തിൽ ചെയ്തത് വളരെ വ്യത്യസ്തമായിരിക്കുന്നു. കേരളത്തിൽ 2 കാര്യത്തിലാണ് എൻ്റെ പ്രത്യേകത. ഒന്ന്, ആവശ്യമായിരിക്കുന്ന ഒരു ചൈൽഡ് സ്പേസ് സെൻറ്റർ കൺസ്ട്രക്ട് ചെയ്തു. ഏകദേശം 10-30 കോടിയോളം കേരള ഗവൺമെൻറ് മുടക്കിയിട്ടാണ് 150 പോലീസ് സ്റ്റേഷന് വേണ്ടി ചൈൽഡ് ഫ്രണ്ട്ലി സ്പേസുകൾ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, അതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടേണ്ട പരിശീലനമാണ്. യുനിസെഫിൻ്റെ സഹായത്തോടു കൂടി ഏകദേശം 20,000-ഓളം പോലീസുകാർക്ക് വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി 2 ദിവസത്തെ പരിശീലനം കൊടുത്തു. അപ്പോൾ പരിശീലനം സിദ്ധിച്ച ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയിരിക്കുന്ന ഒരു ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനാണ് നമുക്കുള്ളത്. ഇവിടെ അതിൻ്റെ അർത്ഥം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ടാണ് കുട്ടികളിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? കാരണം നമ്മൾ പറയാറുണ്ട്, ചിൽഡ്രൻ ആർ അവർ ടുമാറോസ്. നമ്മളുടെ ഭാവി എന്ന് പറയുന്നത് അവരാണ്. ടുമോറോസ് ഹാസ് ക്രിയേറ്റഡ് ടുഡേ. ഇന്ന് നമ്മൾ ആ കുട്ടികൾക്ക് ചുറ്റും സംരക്ഷണ വലയം ഉറപ്പുവരുത്തുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ഈ ക്രിമിനൽ ആളുകളുമായി ഇടപഴകുമ്പോൾ, ഗുണ്ടകളുമായിട്ടൊക്കെ ഇടപഴകുന്ന സമയത്ത് അവരോട് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകാറുണ്ട്, ആരും ഒരു കുട്ടിയും ഒരു വ്യക്തിയും തന്നെ ജനിച്ചു വീഴുന്നത് ഒരു ക്രിമിനലായിട്ടല്ല. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ കുറേ പേര് അങ്ങനെയായി മാറുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ബയോളജിക്കലായിരിക്കുന്ന കാരണങ്ങൾ കൊണ്ടുള്ളൂ. ഈ പറയുന്ന ആളുകളൊക്കെ എടുത്തു നോക്കിയാൽ അവരുടെ ചൈൽഡ്ഹുഡിൽ ഇത്തരം ഗുണ്ടകളെന്നോ ക്രിമിനലുകളെന്നോ പറയുന്ന പലരെയും സംബന്ധിച്ചാൽ ഈ ഏർലി ചൈൽഡ്ഹുഡിലുണ്ടായ ഏതെങ്കിലും തരത്തിലൊരു ഷോക്ക് അല്ലെങ്കിൽ ഒരു നെഗ്ലിജൻസ് കാണാൻ പറ്റും. ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ അബ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അച്ഛനമ്മമാരോ വേണ്ടപ്പെട്ടവരോ വേണ്ട രീതിയിൽ പരിചരിക്കാത്തത് കൊണ്ടായിരിക്കും. ഈ പ്രശ്നങ്ങളാണ് പലപ്പോഴും പിന്നീട് എന്തായി മാറുന്നത്, ക്രിമിനലുകളും വലിയ രീതിയിലുള്ള അക്രമത്തിലേക്കും ചിലപ്പോൾ അതിനുവേണ്ടി വലിയൊരു തുക ജയിലുകളും മറ്റുമായിട്ട് നമ്മൾ ചിലവഴിക്കേണ്ടി വരും. ഈ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നേരത്തെ തന്നെ കണ്ടെത്തുകയും അതിൻ്റെ മൂലകാരണങ്ങളിലേക്ക് പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഒരു ഇത്തരത്തിലുള്ള ഷോക്കുകളൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയെയാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഉയർന്നു വരുന്നൊരു കുട്ടിയായിരിക്കും സമൂഹത്തിന് ഏറ്റവും ഗുണകരമായി വരും. അതായത് കുട്ടിക്കെതിരെ ഏതെങ്കിലും രീതിയിലൊരു അബ്യൂസ് നടക്കുകയാണെങ്കിൽ അത് സമയബന്ധിതമായി അറ്റൻഡ് ചെയ്യും, ശാസ്ത്രീയമായി അന്വേഷിക്കുകയും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന സാഹചര്യങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ എടുക്കുക. ഈ കുട്ടികളുടെ പരിചരണം, ഡെവലപ്മെൻറ്റ് ആൻഡ് കെയർ, പ്രൊട്ടക്ഷൻ, ഈ എല്ലാത്തിൻ്റെ ഉത്തരവാദികളായിരിക്കുന്ന വിവിധ ഓർഗനൈസേഷൻസ് ഉണ്ട്. വിദ്യാഭ്യാസം, സാമൂഹ്യം, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ തുടങ്ങി എല്ലാവരും കൂടി കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുക. ആ കൂട്ടായ്മയിലൂടെ കുട്ടികൾക്ക് ചുറ്റും കെയർ, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് സംരക്ഷണ വലയം പണിയുക എന്നുള്ളതാണ് ഈ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരുപാട് മുന്നോട്ടേക്ക് ഇനിയും പോകേണ്ടതുണ്ട്. കാരണം അത് എല്ലാവരും പരമാവധി ആവശ്യമുള്ളവരെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തണം, അതിനെ പ്രൊമോട്ട് ചെയ്യണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ പ്രതീക്ഷക്കകത്ത് ഉയരുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മാതൃകയായിട്ട് സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു മാതൃകയായി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോഷ്യൽ പോലീസിംഗ് പദ്ധതികളായ DDAT, ചിരി, ഹോപ്പ് എന്നിവയെക്കുറിച്ച് ഇത്രനേരം നമ്മളോട് ലളിതമായി സംവദിച്ച ADGP P. വിജയൻ IPS അവർക്ക് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് പദ്ധതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.